ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ പറയാൻ പോകുന്നത് UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പൊതുവെ സ്ത്രീകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു രോഗമാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. 8 പേരിൽ ഒരാൾക്ക് വർഷത്തിലൊരിക്കൽ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നാണ് പഠനം പറയുന്നത്. ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഇത്. എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ടും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടും ഈ രോഗം വരാം. ചികിത്സ കൊണ്ട് ഇത് ഭേദമാകുമെങ്കിലും ചിലരിൽ ഇത് വളരെയധികം ഗുരുതരമായ ഒരവസ്ഥയ്ക്കും കാരണമാകാറുണ്ട്. നമ്മുടെ പ്രതിരോധ ശേഷി കുറയുകയോ അല്ലെങ്കിൽ നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ മൂത്രം കെട്ടി നിൽക്കുകയോ ചെയ്യുമ്പോഴാണ് സാധാരണയായി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നിങ്ങനെ 2 രീതിയിലുള്ള അണുബാധയാണ് കാണപ്പെടുന്നത്. കിഡ്നി, യുറേറ്റർ എന്നിവ അടങ്ങിയ ഭാഗത്തിന് സമീപമുള്ള യൂറിനറി ട്രാക്റ്റിനെ പറയുന്ന പേരാണ് അപ്പർ യൂറിനറി ട്രാക്ട്. അതുപോലെ ബ്ലാഡർ, യുറേത്ര അടങ്ങിയിട്ടുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലായി അഫക്റ്റ് ചെയ്യുന്നത് ലോവർ യൂറിനറി ട്രാക്റ്റിനെയാണ്. ഈ ഇൻഫെക്ഷൻ വേഗത്തിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചെറിയ അളവിലെ ആന്റിബയോട്ടിക് മരുന്നുകൾ കൊണ്ട് ഇത് ഭേദമാകാം. കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക, ആവശ്യത്തിന് വിശ്രമം എടുക്കുകയും വേണം. ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ് പോലുള്ള രോഗങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡോക്ടറോട് പറയണം. അതുപോലെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, പുകച്ചിലും, പിന്നെ കൂടാതെ മൂത്രമൊഴിക്കണം എന്നുള്ള തോന്നൽ, പിന്നെ മൂത്രത്തിൽ രക്തം കലർന്നു പോകുക, പിന്നെ രൂക്ഷമായ ദുർഗന്ധം, നിറവ്യത്യാസം എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. കൂടാതെ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുറച്ചുകൂടി സിവിയർ ആണ്. കാരണം ആൻറ്റിബയോട്ടിക് മരുന്നുകളും വേദന സംഹാരികളുമാണ് ഈ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കടുത്ത പനി, വിറയൽ, ഛർദി, അടിവയറ്റിൽ കടുത്ത വേദന, പുറം വേദന എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം രോഗി ചിലപ്പോൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. നമ്മൾ ഇതിനുള്ള പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുത്തില്ലെങ്കിൽ ഇത് അതിഗുരുതരമായ അവസ്ഥയ്ക്കും കാരണമാകാറുണ്ട്. കിഡ്നി, ഗർഭപാത്രം എന്നിവയുടെ പ്രവർത്തനത്തിന് വരെ ബാധിക്കാം. അതുകൊണ്ട് കൃത്യമായ ചികിത്സയും മുൻകരുതലുകളും പാലിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ശുചിത്വം പാലിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ അകറ്റാൻ കഴിയുന്ന ഒരു വഴി. ഡയഗ്നോസിസ്: യൂറിൻ ടെസ്റ്റ്, യൂറിൻ കൾച്ചർ, ബ്ലഡ് ടെസ്റ്റ് ഇവയൊക്കെ ലാബുകളിൽ പരിശോധിക്കാവുന്നതാണ്. അതുപോലെ അണുബാധയ്ക്ക് നൽകുന്ന മരുന്നുകളോട് രോഗം പ്രതികരിക്കുന്നില്ലെങ്കിൽ സ്കാൻ, MCUG, IVU തുടങ്ങിയ ടെസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന സംശയമാണ് ഈ ഇൻഫെക്ഷൻ അടിക്കടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അത് എഫക്റ്റ് ചെയ്യുമെന്ന്, അല്ലേ? അപ്പോൾ ഈ മൂത്രസഞ്ചിയിൽ അണുബാധിത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ വൃക്കയെ ഇത് ബാധിക്കാൻ ചാൻസ് കുറവാണ്. എന്നിരുന്നാൽ കൂടി ഈ അണുബാധയുടെ കാരണം വൃക്കയിൽ ഉണ്ടാക്കുന്ന കല്ലുകളോ അല്ലെങ്കിൽ മൂത്ര തടസ്സങ്ങളോ അല്ലെങ്കിൽ ക്ഷയരോഗമോ ആണെങ്കിൽ ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ചികിത്സ നേടണം. അതുപോലെ കുട്ടികളിലാണെങ്കിൽ ഈ അണുബാധിത അവരുടെ വൃക്കയെ ബാധിച്ചേക്കാം. മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനേക്കാട്ടും കൂടുതലും കുട്ടികളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണങ്ങൾ: ഒന്നാമത്തെ, മൂത്രാശയത്തിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടായാൽ UTI വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ, സ്ത്രീകളുടെ യൂറിനറി ട്രാക്ട് പുരുഷന്മാരെക്കാളും ചെറുതായിരിക്കും, അതിനാൽ അണുബാധിതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തത്, യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന കല്ലുകൾ മൂത്രത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയാലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നാലാമത്തത്, യൂറിനറി ബ്ലാഡറിൽ കെട്ടി നിൽക്കുന്ന മൂത്രം പുറത്തേക്ക് വിടാൻ വേണ്ടി ട്യൂബ് ഇടുന്നവരുണ്ട്, അവരിലും ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അഞ്ചാമത്തത്, ക്യാൻസർ, HIV, പ്രമേഹം ഉള്ളവരിലും ഈ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആറാമത്തത്, പോസ്ട്രേറ്റ് ഗ്രന്ഥി പുരുഷന്മാരിൽ 60 വയസ്സിന് ശേഷം വലുതായിരിക്കും. ഇത് മൂത്രത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അങ്ങനെയും UTI ഇൻഫെക്ഷൻ അവർക്ക് വരാം. ട്രീറ്റ്മെന്റ്: ആന്റിബയോട്ടിക് മെഡിക്കേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ UTI ഇൻഫെക്ഷന് കൊടുക്കുന്ന മെഡിക്കേഷൻ. പിന്നെ ചില മരുന്നുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് ട്രൈമെത്തോപ്രിം അല്ലെങ്കിൽ സൾഫാമീത്താക്സസോൾ, പിന്നെ ഫോസോമൈസിൻ, നൈട്രോഫ്യൂററ്റോയിൻ, പിന്നെ സെഫാലക്സിൻ, സെഫ്ട്രിയാസോൺ ഇതുപോലുള്ള മെഡിക്കേഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഗുരുതരമായ സൈഡ് എഫക്ട്സിനും ഇത് കാരണമാകാം.
പ്രിവെൻറ്റീവ് മെഷേഴ്സ്: ധാരാളം വെള്ളം കുടിക്കുക. 3-4 ലിറ്റർ വെള്ളം ദിവസം കുടിക്കുക. മൂത്രത്തിലെ അണുവിനെ പുറന്തള്ളാനും മൂത്രത്തിന്റെ നിറം തെളിയാനും ഇത് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ, മൂത്രസഞ്ചിയിൽ കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. 2-3 മണിക്കൂർ കൂടുമ്പോൾ മൂത്രമൊഴിക്കുക. മൂന്നാമത്തേത്, വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഹൈജീൻ പാലിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ കഴിയുന്നതും ധരിക്കാൻ ശ്രമിക്കുക. നാപ്കിൻ ധരിക്കുന്ന കുട്ടികളിൽ ആണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടതാണ്. സോ നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. മൂത്രമൊന്നും നമ്മൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, പെയിൻ എന്തെങ്കിലും സിംറ്റംസ് വരികയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക, ചികിത്സ നേടുക, പ്രോപ്പറായിട്ടുള്ള ചികിത്സ നേടുക. അപ്പോൾ താങ്ക് യു.